പത്തനംതിട്ടയിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കനകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഓടി മുറിയിലേക്ക് പോവുകയാണ്. നന്ദു പുറകെ ചെന്ന് കിടന്ന് കതവിൽ കിടന്ന് തട്ടി അമ്മയെ തുറക്കമ്മേ അമ്മയെ തുറക്കമ്മേ എന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശും നയനയും വരികയാണ്. എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം നടത്താൻ വേണ്ടിയാണ് അവർ വരുന്നത്. വന്ന് കയറിയ നമ്മുടെ ഗോവിന്ദൻ പറയുന്നു, നിങ്ങൾ വന്ന സമയം കൊള്ളാം. അമ്മയും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ കനക അകത്തേക്ക് പോയിട്ടുണ്ട് എന്ന് നമ്മുടെ ഗോവിന്ദൻ പറയാണ്. അപ്പം ആണോ എന്ന് ചോദിച്ചിട്ട് നയനയും ആദർശം കൂടെ ഓടി അങ്ങോട്ട് ചെല്ലുമ്പം നന്ദു ആണെങ്കിൽ അമ്മ ഈ കഥ തുറക്കുമെന്നും പറഞ്ഞ് ഡോറിട്ട് തട്ടുവാണ്. ഇവരും ചെന്ന് വന്ന് തട്ടൽ തുടങ്ങി. തട്ടി എന്തായാലും തള്ളിത്തുറങ്ങുമ്പോൾ കാണുന്നത് നമ്മുടെ കനകയാണെങ്കിൽ തൂങ്ങാൻ വേണ്ടി കഴുത്തിലോട്ട് കുരുക്കിടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം പെട്ടെന്ന് കനകയെ പിടിച്ച് താഴെ ഇറക്കി എന്താ അമ്മയെ കാണിക്കുന്നത്, എന്താന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട്. അപ്പം കനക പറയാണ്, ഞാൻ എന്തിനാ അന്വേഷിച്ച് കൊടുത്തത്, ഞാൻ എന്തായാലും ഇത് തന്നെ ചെയ്യും. ഇവളെപ്പോഴും സച്ചിമോനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കുന്നു അതുവരെ ഞാൻ ഇത് തന്നെ ചെയ്യും. ഇവളൊരിക്കലും സമ്മതിക്കത്തില്ലല്ലോ. അപ്പം പിന്നെയും ഞാൻ ഇത് തന്നെ, അവൾ സമ്മതിക്കുന്ന വരെ ഞാൻ ഇതിങ്ങനെ തന്നെ ചെയ്യുമെന്ന് കനക പറയുകയാണ്. ഉടനെ വിവാഹ നിശ്ചയം നടത്തണം, അല്ലെങ്കിൽ പിന്നായാലും ഞാൻ ഇത് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ഇവൾക്ക് ആ കല്യാണത്തിന് സമ്മതിച്ചൂടെ, സമ്മതിക്കുകയാണെങ്കിൽ ഈ കുഴപ്പം എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അവളിങ്ങനെ ചെയ്യാനൊക്കെ ഒരുങ്ങുമോ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദൻ. അപ്പോൾ ആദർശം നന്ദനോട് ചോദിക്കുകയാണ്, നിൻ്റെ അമ്മയ്ക്ക് വില കൊടുത്തിട്ട് വേണോ നിൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കാൻ, നിനക്ക് ആ കല്യാണത്തിന് സമ്മതിച്ചൂടെ, എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ്. അപ്പം നന്ദു പറയുകയാണ്, ഇനി ഞാൻ കാരണം ആരും ചാവണ്ട, എന്നെ നിശ്ചയം നടക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദു ദേഷിച്ച് അങ്ങ് പോവുകയാണ്. ഗോവിന്ദൻ അതിൻ്റെ അടുത്ത് പറയാണ്, മോളും കൂടെ ഇങ്ങോട്ട് ചെല്ലുക, അവളെ പറഞ്ഞ് മനസ്സിലാക്ക്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക് എന്ന് പറയാണ്. ശരി അച്ഛാ, ഞാൻ ചെന്ന് പറയാമെന്നും പറഞ്ഞിട്ട് നയനയും പോവുകയാണ്. അപ്പം നമ്മുടെ ആദർശാണെങ്കിൽ കനകയെടുത്ത് ചോദിക്കുകയാണ്, അമ്മ ഈ എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്, ഒരു പക്ഷേ ഇതെങ്ങാനും കയറ് മുറുകിപ്പോയായിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാവോ, ഇതൊക്കെയാണോ ഒരു പരിഹാരം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയുന്നു, മോനെ ഞാൻ ചുമ്മാ നമ്പർ ഇറക്കിയതാണ്, ആ ഡോറാണെങ്കിൽ ഒന്ന് ചാരിയിട്ടേ ഉള്ളൂ, ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ ആ കുറ്റി തുറന്നെങ്കിൽ വരുമായിരുന്നു. അതുപോലെ തന്നെ തുറന്ന് വരുമ്പോഴേ ഞാൻ കഴുത്ത് മുറുക്കാനായിട്ട് ഇത് ഇടത്തുള്ളായിരുന്നു. അവളെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താലേ അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവൾ ഇതിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയത്. ഞാനിങ്ങനെ നമ്പർ ഇറക്കിയ കാര്യം മോൻ ആരോടും പറയാൻ നിൽക്കണ്ട എന്ന് നമ്മുടെ കനക പറയാണ്. അപ്പോൾ ഇതൊക്കെ കനകയുടെ നമ്പർ മാത്രമാണ്, ഗോവിന്ദനും അറിയാൻ തോന്നുന്നു ഇതൊക്കെ നമ്പറാണെന്ന്. അതുപോലെ തന്നെ മോനാണെങ്കിൽ അനിയോടും പറയണം, അനിയടുത്തും പറയണം, ഇവളുമായിട്ട് കാണല്ലേ മിണ്ടല്ലെന്നൊക്കെ മോനും പറയണം. അപ്പം ആദർശ് പറയുകയാണ്, അവനോട് ഞങ്ങൾ പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എന്താ ചെയ്യാനാ, അവരവരെ വഴിക്ക് നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, അവർ തമ്മിൽ അത്രയും അടുത്ത് പോയി, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിൽ നിന്ന്. അപ്പോൾ കനക പറയണം, അവരിനി എത്ര അടുത്തെന്ന് പറഞ്ഞാലും ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല, അവരുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് സച്ചിയുമായിട്ടുള്ള വിവാഹം അവളുടെ ഉറപ്പിക്കുകയാണ് നല്ലത്, അതുകൊണ്ടാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചതെന്ന് കനകയും ഗോവിന്ദനും നമ്മുടെ ആദർശനോട് പറയുകയാണ്. അങ്ങനെ നയനയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്തോട്ട് വരികയാണ്. നന്ദു ആണെങ്കിൽ ഇതൊക്കെ കേട്ട് അവിടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നയന പറയണം, മോളെ ഇനി അമ്മയുടെ അടുത്ത് ഒരു കാര്യവും പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിക്കുക, അതല്ലേ നല്ലത് എന്ന് പറയണം. അപ്പം നമ്മുടെ നന്ദു പറയണേ, ഞാനും അനിയും തമ്മിൽ വേണമെങ്കിൽ മാറി നിൽക്കാം, ഞങ്ങൾ കാണാതെ മിണ്ടാതെയൊക്കെ ഇരിക്കാം, പക്ഷേ ആ ഫ്രോഡ് സച്ചിയെ കല്യാണം കഴിക്കാൻ മാത്രം നിങ്ങൾ പറയല്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന്. അപ്പം നയന പറയാണ്, നീയും അനിയും തമ്മിൽ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അപ്പം അത് നടക്കട്ടെ, അമ്മയുടെ അച്ഛനോട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ വന്നത്, പക്ഷേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അമ്മ അതൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അവർ സച്ചിയുമായിട്ടുള്ള വിവാഹം മാത്രമേ നടത്താൻ സമ്മതിക്കത്തുള്ളൂ, ഇനി നമ്മൾ എതിർത്തിട്ടും കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നന്ദു പറയാണ്, എൻ്റെ മനസ്സാരും കാണുന്നില്ല എന്നും പറഞ്ഞ് നന്ദു വിഷമിച്ചിരിക്കുകയാണ്. അപ്പം നയന പറയണത്, ഇതേ അവസ്ഥയാണ് അനിക്കും എന്തുമാത്രം വിഷമമുണ്ട്, പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ വിചാരിക്കുന്നത് മാത്രമേ ഇനി നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നയന അങ്ങ് പോവുകയാണ്. നമ്മുടെ കനകയാണെങ്കിൽ ആത്മഹത്യ നാടകമൊക്കെ കഴിച്ച് നേരെ വന്നത് ചായ ഇടാൻ അടുക്കളയിലേക്ക്. അപ്പോൾ അങ്ങോട്ട് നയനെ വരികയാണ്.
നയന വന്നിട്ട് പറയാണ്, അമ്മേ ആദർശേട്ടൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നാണക്കേടല്ലേ. അപ്പോൾ കനക പറയണം, നിങ്ങളിപ്പം വരുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ, അതൊന്നും അറിയാതല്ലേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുകയാണ്. അപ്പം നയനയാണെങ്കിൽ പതുക്കെ പറയണം. അപ്പോഴത്തേക്ക് നന്ദു അങ്ങോട്ട് വന്ന് നയന ഞങ്ങൾ പതുക്കെ പറയണം, അമ്മ ഞങ്ങളിങ്ങോട്ട് വന്നത് നന്ദുവിൻ്റെ അനിയുടെയും കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, അവരെ ഇഷ്ടം നമുക്ക് നടത്തി കൊടുത്തൂടെ എന്ന് പറയണം. അപ്പോൾ കനക ഇങ്ങനെ നോക്കുവാണ് നയന. എന്നിട്ട് പറയാം, അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ലേ, നമുക്ക് ഈ കല്യാണം വേണ്ടാന്ന് വെച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ കനക പറയണേ, അതും പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൾ ഇപ്പോഴേ ഇവിടുന്ന് വിട്ടോ. എന്തായാലും എൻ്റെ നന്ദൂട്ടനെ ഞാൻ അങ്ങോട്ട് വിടാൻ സമ്മതിക്കത്തില്ല. ആ വീട്ടിലേക്ക് കെട്ടിച്ച് എന്തായാലും വിടത്തില്ല. അപ്പം നയന പറയാണ്, ശരി എന്നെങ്കിൽ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചൂടെ, അവൾക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറയുന്നത്, അവനൊരു ഫ്രോഡാണെന്നാണ് നന്ദു പറയുന്നത്. അപ്പം നമുക്ക് ഈ കല്യാണം വേണ്ട, വേറെ ആളെ കല്യാണം ആലോചിച്ചൂടെ. അപ്പം കനക പറയാണ്, അവൾക്ക് ഏത് ചെറുക്കന്മാർ വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ്. കാരണം അവളുടെ മനസ്സിൽ അനിയാണ്. അതുകൊണ്ട് ഏത് ചെറുക്കന്മാർ വന്നാലും അവൾ ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ സച്ചിമോൻ നല്ലതാണ്, അവൻ നല്ലോണം ഇവളെ നോക്കുകയും ചെയ്യും. ഇവളെപ്പോലെ ഒരു തൻ്റെ ഇടിയെ ഒതുക്കാൻ സച്ചി മോനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ വിവാഹം നടക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ ഇവരെ കൂട്ടത്തിൽ കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് അനിയുടെയും കാര്യത്തിൽ സംസാരിക്കാൻ വന്നതാണെങ്കിൽ നിൽക്കേ വേണ്ട, ഇപ്പോഴേ പൊക്കോളാനാണെങ്കിൽ കനക പറയാണ്. അപ്പം അന്നേരമാണ് നമ്മുടെ നയന പറയുന്നത്, ആ ജ്യോത്സ്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അമ്മയ്ക്ക്. അപ്പം ഉടനെ കനകയാണെങ്കിൽ, നന്ദു നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നന്ദൂട്ടാ നീ പോയേ എന്നും പറഞ്ഞ് നന്ദുവിനെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. അപ്പം കനക എന്നിട്ട് നയനടുത്ത് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇപ്പോൾ ജ്യോത്സ്യൻ്റെ കാര്യം പറഞ്ഞത്? അല്ല, ആ ജ്യോത്സ്യം പറഞ്ഞത് അവൾ സ്നേഹിച്ച ചെറുക്കനെ തന്നെ കെട്ടത്തോളം എന്നല്ലേ പറഞ്ഞേക്കുന്നത്, പിന്നെ എന്തിന് നമ്മൾ വാശി പിടിക്കുന്നതെന്ന് നയന ചോദിക്കണം. അപ്പം കനക പറയുകയാണ്, ഞാൻ വേറൊരു ജ്യോത്സ്യനെ കണ്ടപ്പം സച്ചിമോനുമായിട്ട് നല്ല പൊരുത്തമുണ്ടെന്ന് പറഞ്ഞ്, പിന്നെന്താ. അപ്പോൾ നയന പറയുകയാണ്, നമ്മുടെ കുടുംബ ജ്യോത്സ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചിട്ടായിട്ട് നടക്കുമെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ, ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ നടക്കും, ഇതും അങ്ങനെ തന്നെ നടന്നുകൊണ്ടെന്നുണ്ടോ. അപ്പോൾ അത് മാത്രമല്ല, അമ്മ ഇത് രണ്ടാമത് പോയി നോക്കിയിട്ട് അമ്മയ്ക്ക് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടിയില്ലേ വേറൊരു ജ്യോത്സ്യനെ പോയി കണ്ടത്, അല്ലാതെ സത്യം അതല്ലല്ലോ എന്ന് പറയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ കനകയൊന്നും മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, സച്ചിയായിട്ടുള്ള വിവാഹമേ നടക്കത്തുള്ളൂ, അത് തന്നെ അവർ നന്നായിട്ട് ജീവിക്കുകയും ചെയ്യുമെന്നും പറഞ്ഞ് കനക വീണ്ടും വാദിക്കുകയാണ്. എന്നെ കാണിക്കുന്നത് നയനയും ആദർശം കൂടെ അനന്തപുരിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇവരെക്കുറിച്ച് നന്ദുവിൻ്റെയും അനിയൻ്റെയും കാര്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദർശ് പറയണം, നീ ഇപ്പം അവിടെ ആ കാര്യം പറയേണ്ട കാര്യമില്ലായിരുന്നു, കാരണം എന്തായാലും അവർ ഈ കല്യാണത്തിനൊന്നും സമ്മതിക്കത്തില്ല. അപ്പം സാഹചര്യം അങ്ങനെ ആയപ്പം നമ്മൾ അതിനാണ് ചെന്നതെന്ന് അവരുടെ അടുത്ത് പറയണ്ടായിരുന്നു. അപ്പം നയന പറയണം, അത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് പറയണേ, നമ്മൾ വെറുതെ നന്ദുവിന് ഒരാശയം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, വീട്ടിലാണെങ്കിൽ അനിയുടെ അമ്മ ഇളയമ്മയാണെങ്കിൽ ഇളയമ്മയെ സമ്മതിപ്പിക്കണം, പിന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയെ സമ്മതിപ്പിക്കണം. ഇത് വലിയ കടമ്പ തന്നെയാണ് അവർ തമ്മിൽ ഒന്നിക്കുക എന്ന് വെച്ചാൽ. നമുക്കതുകൊണ്ട് ഒരു അഭിപ്രായവും പറയണ്ട, നമുക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നാൽ മതിയെന്ന് ആദർശ് പറയുകയാണ് നയനയോട്. ഒക്കെ പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് അനിയും നന്ദുവിനെയാണ്. അപ്പം നന്ദു പറയാണ്, ഈ വിവാഹം നിശ്ചയം പോലും നടക്കല്ലേ, എനിക്കൊരാളുടെ മോതിരം കൈയിട്ടിട്ട് പിന്നെ വലിച്ചൂരി കളഞ്ഞിട്ട് അടുത്തവൻ്റെ മോതിരം കയ്യിലൊന്നും ഇടാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം അനി പറയാണ്, എന്തായാലും നിശ്ചയം നടക്കട്ടെ, കല്യാണം പിന്നല്ലേ ഉള്ളൂ, അത് നടക്കാതിരുന്നാൽ പോരെ. അപ്പം നന്ദു പറയണം, അത് പറ്റത്തില്ല, എനിക്കൊരാളുടെ മോതിരം കയ്യിലോട്ട് ഇടാൻ പറ്റത്തില്ല, ആ ഫ്രോഡിൻ്റെ മോതിരം എൻ്റെ കയ്യിലോട്ട് ഇടാൻ പറ്റത്തില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി അവനൊരു ഫ്രോഡാണെന്ന്. അപ്പോൾ എനിക്ക് കൂടുതൽ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ അനി പറയുകയാണ്, അത് ഞാൻ അന്വേഷിച്ചോളാം, ഞാനും രാകേഷും കൂടെ പോയി അന്വേഷിച്ചോളാം, നീ അതിന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നുള്ള ഡീറ്റെയിൽസും കാര്യവും പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾ അന്വേഷിച്ചോളാം എന്നും പറഞ്ഞ് അനിയും പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും തീരുമാനിക്കുന്നു, സച്ചിയെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള ഒരു തീരുമാനം അവരെടുക്കുന്നു. പിന്നെ കാണിക്കുന്ന അനന്തപുരിയിലെ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, കേസിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ അങ്ങോട്ട് വരികയാണ്, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പറയാണ്, കോടതിയിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ജയിക്കുമോ, നമ്മൾ തോൽക്കാനിട വരുമോ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, നരസിംഹ അവൻ എൻ്റെ കൂട്ടുകാരനാണ്, അവൻ നല്ല മിടുക്കനായൊരു വക്കീലാണ്, അവൻ തന്നെയാണ് പറഞ്ഞ അവൻ്റെ കൊച്ചുമോൻ അവനെക്കാക്കി മിടുക്കനാണെന്ന്. അപ്പം നമുക്ക് അതിൽ വിശ്വാസം അർപ്പിക്കാം. അല്ലെങ്കിൽ തന്നെ നവീൻ്റെ വാദം തുടങ്ങിയില്ലല്ലോ, നമുക്ക് വരുമ്പം കാണാമല്ലോ, നമുക്ക് ഇനി കോടതി പോകുമ്പോൾ നമുക്ക് കാണാമല്ലോ എങ്ങനെയാണ് നവീൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാമല്ലോ എന്ന് മുത്തശ്ശൻ പറയണം. ഒന്നും നടന്നില്ല, നമ്മൾ കേസ് തോക്കുവാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ആരെയും എങ്ങനെ കൊല്ലണമെന്ന് ഇതുവരെ മനസ്സുകൊണ്ട് വിചാരിച്ചില്ല, പക്ഷേ ആ കോടതിയിൽ അനാമികയുടെയും
കോടതിയിലെ പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അനാമികയുടെ അച്ഛനെയും ആ വക്കീലിനെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷേ ഈ കേസ് എങ്ങനെ പോകുമെന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുമെന്ന് എന്ന് മുത്തശ്ശൻ പറയണേ. ഇതൊക്കെയാണ് ഇന്ന് കാണിച്ച ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.